ഒരു മുട്ടയും ചപ്പാത്തിയും വെച്ചിട്ട് ഇതുപോലൊരു ഐറ്റം ഉണ്ടാക്കിയാണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ചപ്പാത്തി എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. ഒരു മുട്ട വെച്ചിട്ടാണ് നമുക്ക് ഇത്രയും ഫീലിങ്സ് കിട്ടണം കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ല അടിപൊളി ഒരു ചപ്പാത്തിയും മുട്ടയും ചേർത്തുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഒരു മുട്ട മാത്രം വെച്ചിട്ട് ചപ്പാത്തിയും വെച്ചിട്ട് നമുക്ക് ഇത്രയും ഫില്ലിങ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? അതും ഇത്രയും നല്ല ചീസി നല്ല മെൽറ്റായിട്ട് വരുന്ന നല്ല അടിപൊളി ഫില്ലിങ്സോട് കൂടിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ടി ഒരു ചപ്പാത്തി നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. നല്ല രീതിയിൽ തന്നെ എണ്ണ ഒന്ന് മുകളിലായിട്ട് തൊട്ട് ഒപ്പി 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 എടുക്കണം കേട്ടോ. ഈ ചകിരി എന്ന് പറയുന്നത് വീട്ടിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കാൻ അമ്മയുടെ ഒരു വിദ്യയാണ് കേട്ടോ. അമ്മ ഈ ചകിരി തേങ്ങ എടുക്കുമ്പോൾ ആ തേങ്ങയുടെ തൊണ്ടിൽ ഇരിക്കുന്ന ചകിരി വെച്ചിട്ട് അമ്മ ഇങ്ങനെ ഇത് തേക്കുന്നത്. അമ്മ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ തീരെ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നമ്മുടെ ചപ്പാത്തി 2 എണ്ണം ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചപ്പാത്തി റെഡിയായി. ഇനി നമ്മുടെ സോസേജ് ഉണ്ടല്ലോ കേട്ടോ. സോസേജ് ഒരു കഷ്ണം മാത്രം മതി കേട്ടോ. ഒരു ചെറിയ പീസ് സോസേജ് തന്നെ വേണമെന്ന് ആർക്കും ഒരു നിർബന്ധമില്ല കേട്ടോ. കാരണം നമുക്ക് ചിക്കൻ്റെ എന്തെങ്കിലും ഫ്രൈഡ് പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പിച്ച് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. സോസേജ് തന്നെ വേണമെന്ന് ഒരു ടേസ്റ്റുമില്ല. പക്ഷേ സോസേജ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഫില്ലിങ് കഴിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ സോസേജ് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്. ഫ്രൈഡ് ചിക്കനോ ബീഫോ എന്തായാലും ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു നോൺ വെജ് കൂടെ ചേർക്കുമ്പോൾ ഒരു നല്ല ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ സോസേജ് തന്നെ നിർബന്ധമില്ല. ചിക്കൻ ഫ്രൈ ചെയ്ത് അതൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തേച്ച് ഒന്നിട്ട് കൊടുത്താലും മതി കേട്ടോ. നമുക്കിനി ഇതിലേക്ക് ഒരു മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു മുട്ട കൊണ്ടാണ് നമ്മൾ ഇത്രയും സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ആഡ് ചെയ്യുന്നത് നമ്മുടെ സോസേജ് കുഞ്ഞായിട്ട് അരിഞ്ഞുണ്ടല്ലോ, അതൊന്ന് മുട്ടയുടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ സവോള ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് അരിഞ്ഞതോടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, പിന്നെ വേണ്ടത് നമുക്ക് ബീൻസ് ഉണ്ടല്ലോ, അതൊരു കുറച്ച് ഞാൻ ചേർക്കുന്നുള്ളൂ. വെജസ് എത്ര വേണേലും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ മസാലയുടെ നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഗരം മസാല ഉണ്ടല്ലോ, ഗരം മസാല ഇതിൻ്റെ ഒരു ഫില്ലിങ്സിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലാക്കും കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങോട് കൂടിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചപ്പാത്തി ഉണ്ടല്ലോ, അതൊന്ന് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ ചപ്പാത്തി നമുക്ക് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത മുട്ടയുടെ ഫില്ലിങ്സ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒഴിച്ചേച്ച് നമ്മൾ ഷവർമയൊക്കെ വാങ്ങുമ്പോൾ ഒട്ടും ഹെൽത്തി അല്ല, അതിനകത്ത് പല മയണൈസും അങ്ങനെ നിങ്ങൾക്കറിയാലോ, മൈദ ഒട്ടും ഹെൽത്തി അല്ല. അത് കാരണം ചപ്പാത്തിയിൽ വേണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ. ഷവർമ ഒട്ടും കഴിക്കില്ല, നമ്മുടെ ശരീരത്തിന് ഒട്ടും ഗുണമില്ലാത്ത കാര്യമാണത്. അപ്പോൾ ഇങ്ങനെ ഷവർമയൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒരു ചപ്പാത്തിയിൽ ഫില്ലിങ്സ് ഒക്കെ ഉണ്ടാക്കി ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുട്ടയുടെ ഫില്ലിങ്സ് എല്ലാം ചപ്പാത്തിയുടെ മുകളിൽ പരത്തിയതിന് ശേഷം ഒരു സ്ലൈസ് ചീസ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു സൈഡിൽ മാത്രം വെച്ച് കൊടുത്ത് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമ്മൾ ഒരു റാപ്പ് പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് രണ്ട് ഇതായിട്ട് ഫില്ല് ചെയ്തൊന്ന് മടക്കി അടച്ച് വെച്ചിട്ട് മടക്കി വെച്ചതിന് ശേഷം നമ്മളൊരു അടച്ച് വെച്ചൊരു 2-3 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുകയാണ്. നമ്മൾ അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, എണ്ണ ഇച്ചിരി തൂത്തതുകൊണ്ട് ചപ്പാത്തി പുറമേ ഉള്ള ചപ്പാത്തി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞാണ് കട്ട് ചെയ്യുന്നത്. ശരിക്കും അകത്തുള്ള ആ സോസേജിൻ്റെ മുട്ടയുടെയും നമ്മൾ ചേർത്ത് അധികം ഒരു മസാലകളും നമ്മൾ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഫില്ലിങ്സിന് നല്ല സോഫ്റ്റായിട്ടും ചീസും കൂടെ ചേർത്തതുകൊണ്ട് നല്ല മെൽറ്റായിട്ട് വരും. വായിലിടുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ചീസി ഫില്ലിംഗ് ആണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കല്ല കേട്ടോ. അപ്പം നമ്മുടെ ആ ഫില്ലിങ്സ് നല്ല ചീസി ആയിട്ടുള്ള ഫില്ലിങ്സോട് കൂടിയുള്ള സ്നാക്കിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ ഷവർമയൊക്കെ കഴിക്കാൻ തോന്നുമ്പോഴത്തേക്കും ഇങ്ങനെ വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മളെല്ലാവരും എത്ര ഹെൽത്തി ആയിരിക്കും. ഇപ്പോൾ എല്ലാവരും ജങ്ക് ഫുഡിൻ്റെ പുറകിലാണ്. എവിടെ പോയാലും ഫാസ്റ്റ് ഫുഡാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ അതിലേറെ അസുഖങ്ങളെല്ലാം നമുക്കുണ്ട് താനും. പക്ഷെ എല്ലാവരും ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതെല്ലാം നമ്മൾ ഉണ്ടാക്കാതെ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് എല്ലാവരും ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകിലാണ് ഓടുന്നത്. അപ്പോൾ ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസാണ് എൻ്റെ ചാനലിലുള്ളത്. അപ്പം കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഈ അവധിക്കാലത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കുറേ വെറൈറ്റി സ്നാക്സ് ഇനിയും വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് ഇതുപോലുള്ള നല്ല ഹെൽത്തി റെസിപ്പീസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.